വൻ കുതിപ്പ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ തുടർച്ചയായി മൂന്നാം ദിവസവും ഇടിവ്. ഇന്ന് പവന് 600 രൂപയും ഗ്രാമിന് 75 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ പവന് 1,17,200 രൂപയിലെത്തി. അതേസമയം $4,000 താഴേക്ക് രാജ്യാന്തര സ്വർണ്ണവില കൂപ്പുകുത്തിയാൽ കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണവില 1,00,000 താഴേക്ക് പോയേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ആശ്വസിക്കാൻ വകയുണ്ടോ? സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർച്ചയായ രണ്ടാം ദിവസവും വില കുറഞ്ഞതോടെ ഉപഭോക്താക്കൾ ഉണർവിലാണ്. വ്യാപാരികളും കച്ചവടം തകർക്കാമെന്ന് കരുതുന്നു. ഒരു പവൻ സ്വർണ്ണത്തിന് 1,17,200 രൂപയായിട്ടുണ്ട് നിലവിൽ. ഗ്രാമിന് 75 രൂപയാണ് കുറഞ്ഞത്. 14,650 രൂപയിലാണ് 1 ഗ്രാം സ്വർണ്ണത്തിന്റെ വില. ഇന്നലെ 2 തവണയായിരുന്നു സ്വർണ്ണവിലയിൽ മാറ്റം രേഖപ്പെടുത്തിയത്. അതായത് പവൻ വില 1,31,000 കടക്കുമെന്ന് പ്രതീക്ഷിച്ചിടത്തു നിന്നാണ് ഇപ്പോൾ പവൻ വില കൂപ്പുകുത്തുന്നത്. 2 ദിവസത്തിനിടെ ഗ്രാമിന് 290 രൂപയും പവന് 2,320 രൂപയുടെയും ഇടിവ് സംഭവിച്ചു. 18 ക്യാരറ്റിനും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും വിലയിടിവ് ആശ്വാസകരമാണ്. ഗ്രാമിന് 60 രൂപ കുറഞ്ഞ് 12,040 രൂപയിൽ വ്യാപാരം നടക്കുകയാണ്. വെള്ളിവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 5 രൂപ കുറഞ്ഞ് 255 രൂപയായിട്ടുണ്ട്. വിലയിടിവിന് പ്രധാന കാരണമായി പറയുന്നത് നിക്ഷേപകരുടെ ലാഭമെടുപ്പ് രീതി തന്നെയാണ്. റെക്കോർഡ് വിലയിലെത്തിയതിനെ തുടർന്ന് നിക്ഷേപകർ ലാഭമെടുക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്താൻ കാരണമായതെന്ന് വിദഗ്ധർ പറയുന്നു. മാത്രമല്ല, ആഗോള വിപണിയിലെ സമ്മർദ്ദവും വിലയെ സ്വാധീനിക്കുന്നുണ്ട്. അമേരിക്കൻ പണപ്പെരുപ്പവും പലിശ നിരക്കിനെ ചൊല്ലിയുള്ള അനിശ്ചിതത്വവും സ്വർണ്ണത്തെ സ്വാധീനിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണം $4,590 താഴെയാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇപ്പോഴത്തെ ഇടിവ് ദീർഘകാല കുതിപ്പിന് തടസ്സമല്ലെന്നും ഉയർന്ന വിലയിലെ സ്വാഭാവിക ലാഭമെടുപ്പിന്റെ ഭാഗമാണിതെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. അതേസമയം ഇന്ത്യയിൽ സ്വർണത്തിന്റെ ഇറക്കുമതി കുറയ്ക്കണമെന്ന ഊഹാപോഹങ്ങൾ ശക്തമായി പ്രചരിക്കുന്നുണ്ട്. അത്യാവശ്യമല്ലെങ്കിൽ സ്വർണം വാങ്ങുന്നത് മാറ്റിവെക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം GST വരുമാനത്തെ ബാധിച്ചിട്ടുണ്ടെന്നും പറയുന്നു. എന്തായാലും സ്വർണ്ണവിലയിലെ ഇടിവ് ആശ്വാസകരമാണ്. നിലവിൽ ഔൺസ് വില $4,500 താഴ്ന്നാൽ സ്വർണം മൂക്കുംകുത്തി വീഴാനുള്ള സാധ്യത ഏറെയാണ്. $4,300 എന്ന നിലയിലേക്ക് വില താഴ്ന്നാൽ ഒരുപക്ഷെ $4,000 താഴെ വരെ സ്വർണം പോയേക്കാം. $4,000 താഴേക്ക് രാജ്യാന്തര സ്വർണ്ണവില കൂപ്പുകുത്തിയാൽ കേരളത്തിൽ ഒരു പവൻ സ്വർണ്ണവില 1,00,000 താഴേക്ക് പോയേക്കാമെന്നും കണക്കുകൂട്ടലുണ്ട്. മാത്രമല്ല, കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ വെട്ടിക്കുറച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ കേന്ദ്ര സർക്കാർ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 6% നിന്ന് 15% കൂട്ടിയിരുന്നു. വലിയ തരത്തിൽ പവൻ ഏകദേശം 10,000 രൂപയുടെ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെ പോയാൽ വരും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ 80,000-നും 50,000-നും പവൻ വില എത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.